സുനിത വ്യാഴാഴ്ച തോറും മാർക്കറ്റിൽ ആലുപൂരിയുടെ കടയിടുമായിരുന്നു. ഇവര് പാവപ്പെട്ടവരായിരുന്നു. രാജുവും ചിന്റുവായിരുന്നു രണ്ട് മക്കൾ. രണ്ടുപേരും സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തുവച്ചാൽ കുറച്ചുനാൾ മുൻപായിരുന്നു സുനിതയുടെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മരിച്ചുപോയത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാജുവും ചിന്റും സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. അമ്മ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ അമ്മ തന്നുവിട്ട ആഹാരം ഞങ്ങളുടെ PT സാർ ഞങ്ങൾ ഓടിപ്പിച്ചപ്പോൾ മുഴുവൻ ദഹിച്ചു പോയി. പിന്നെ ലഞ്ചിന് തന്നുവിട്ടത് കൂട്ടുകാർ മുഴുവൻ തിന്നു തീർത്തു. പിന്നെ എൻ്റെ കൂട്ടുകാർ പറയുക അമ്മയുടെ തട്ടുകടയിൽ നിന്ന് ആലുപൂരി കഴിച്ചാലേ പൈസ കൊടുക്കണ്ടേന്ന്. അതുകൊണ്ട് അവർ ഞങ്ങളുടെ ആലുപൂരി മുഴുവൻ തിന്നു. ഇനി ഞാൻ മിണ്ടൂല്ല അവരോട്. വിഷമിക്കണ്ട മക്കളെ, നാളെ തൊട്ട് കുറച്ച് കൂടുതൽ തന്നു വിടാം കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും പറയല്, അവര് നിങ്ങളുടെ കൂട്ടുകാരല്ലേ. അവർക്ക് കുറച്ച് ആലുപൂരി കൊടുത്തെന്ന് വെച്ചിപ്പോ എന്താ പ്രശ്നം? പക്ഷെ അമ്മ, ഞങ്ങളെ അവർക്ക് കൊടുത്താൽ ഉച്ചക്ക് ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഇവിടെ തിരക്കില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ എടുത്തു തരാട്ടോ. കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി വിശ്രമിക്ക്. അപ്പൊ ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് വരാം. അങ്ങനെ രണ്ടുപേർക്കും സുനിത വയറ് നിറച്ച് ആഹാരം കൊടുക്കും. രണ്ടു പിള്ളേരും കഴിച്ചു കഴിഞ്ഞിട്ട് പറയും, അമ്മ, അമ്മയുണ്ടല്ലോ നല്ല രുചിക്കാ ഉണ്ടാക്കുന്നേ. അമ്മ ഈ മാർക്കറ്റിൽ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നതിന് വരെ റെസ്റ്റോറൻറ്റിൽ പോയി ജോലി ചെയ്താ കൂടുതൽ പൈസ കിട്ടത്തില്ല അമ്മേ. സുനിത ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, റെസ്റ്റോറന്റിൽ ഇതുപോലത്തെ കടയൊന്നും പറ്റില്ല. അവിടെ ജോലി കിട്ടണം. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ മുതലാളിയുടെ വഴക്കും കേൾക്കും. നിങ്ങളുടെ അമ്മേനെ വഴക്ക് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കുവോ? ഇല്ല അമ്മ, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ വഴക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. അമ്മേനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം വരും. ഇപ്പം ചെയ്യുന്ന ജോലിയാ നല്ലത്. ഞങ്ങളിപ്പോൾ വീട്ടിൽ പോവാ, എന്നിട്ട് ഞങ്ങൾ ഹോംവർക്ക് ചെയ്തോളാം. രാജുവും ചിന്റു അവിടെ നിന്ന് പോകും. സുനിതയുടെ ഭർത്താവ് മരിച്ചതിനു ശേഷം അവൾ ഉണ്ടായിരുന്ന പണം വെച്ചാണ് ആലുപൂരിയുടെ തട്ടുകട ഇട്ടത്. വ്യാഴാഴ്ച മാർക്കറ്റിലാണ് അവൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കച്ചവടം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ അടുത്തൊരു കസ്റ്റമർ വന്ന് പറയും, ചേച്ചിയുടെ ആലുപൂരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നതാ. ഞങ്ങൾ MCDയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഈ നഗരത്തിലെ എല്ലാ തട്ടുകടകളിൽ നിന്നും ഭക്ഷണം കഴിച്ച് നോക്കുന്നുണ്ട്. കാരണം ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. സാർ കുറച്ചുമുമ്പ് വന്നിരുന്നെങ്കിൽ എന്റെ പിള്ളേരെയും കണ്ടിട്ട് പോകാമായിരുന്നു. അവരിവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അവരെന്നും ഇവിടുത്തെ ആലുപൂരി കഴിച്ചാണ് പോകുന്നത്. ലഞ്ചിനും അവർക്ക് ഞാൻ ആലുപൂരിയാ കൊടുക്കുന്നത്. എന്റെ പിള്ളേരെ പോലെ തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നത്. അതും എന്റെ കുടുംബമല്ലേ. ഓക്കെ ചേച്ചി, എനിക്കൊരു പ്ലേറ്റ് ആലുപൂരി എടുത്തോളൂ. അയാള് ആലുപൂരി കഴിച്ചിട്ട് പോകും. അപ്പുറത്ത് പാവുഭാജി വിൽക്കുന്ന ഹരിച്ചേട്ടൻ പറയും, ഓ, ഇവൻ എൻ്റെ ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ വന്നവനാ. സുനിതയുടെ അവിടെ നിന്നും കഴിച്ചിട്ടുണ്ട്. ഞാൻ അവന് കുറച്ച് കൈക്കൂലി കൊടുത്താൽ സുനിതയുടെ കട പൂട്ടിക്കുന്നത് വഴി എൻ്റെ പാവുബജി കടക്ക് നല്ല സെയിൽ കിട്ടും. അങ്ങനെ പറഞ്ഞ് ഹരി നേരെ പോകുന്നത് അയാളുടെ അടുത്തേക്കാണ്. നോക്ക് സാറേ, ഞങ്ങളെല്ലാവരും ലാഭത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ലാഭം കിട്ടുന്ന പണി പറയാം. പറയൂ, എന്താണ്? നോക്ക് സാറേ, ഈ വ്യാഴാഴ്ച മാർക്കറ്റിൽ ഈ സുനിത കടയുമായിട്ട് വന്നതിന് ശേഷം എനിക്ക് തീരെ കച്ചവടം കിട്ടുന്നില്ല. അല്ല, ഈ ടെസ്റ്റിൽ അവക്കൊരു പണി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ കാര്യം നന്നായി പോകും. ഇത് ചെയ്തു തന്നാൽ ഞാൻ സാറിനൊരു 10,000 രൂപ തരാം. ഓഹോ, അങ്ങനെയാണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ, പറയാം കേട്ടോ. ഹരി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ആ ഇൻസ്പെക്ഷൻകാരൻ അയാൾ പറഞ്ഞത് കേൾക്കുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞ ശേഷം MCDയുടെ വണ്ടി കുറച്ച് തട്ടുകട മാറ്റാൻ വരും. അപ്പോഴേക്ക് ആ വണ്ടി സുനിതയുടെ കടയുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഹരി അത് കണ്ട് സന്തോഷിച്ച് പറയും, ഓ, ഞാൻ വിചാരിച്ച പോലെ തന്നെ 10,000 രൂപ കൊടുത്താലും ഇവളുടെ കട ഞാൻ ഇവിടുത്തെ പൂട്ടി കെട്ടിച്ച് വിട്ടിരിക്കുവേടോ. ഹരി അവിടെ കിടന്ന് സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ സുനിത ഓഫീസറിന്റെ മുമ്പിൽ കൈകൂപ്പി കരയുകയായിരുന്നു. സാർ, എന്റെ ഈ കട പൂട്ടരുത്. ഞാൻ എന്റെ 2 പിള്ളേരെ നോക്കുന്നത് ഈ കട മൂലം തന്നെയാണ്. ഞാൻ വിൽക്കുന്ന സാധനത്തിൽ ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല, സത്യമാണ്. എന്തിനാ എന്റെ കട പൂട്ടിക്കാൻ നോക്കുന്നേ? സുനിത കരയുന്നത് കണ്ട് ഹരി അവിടെ കിടന്ന് മസാല കയറ്റി പറയുമായിരുന്നു, അയ്യോ സുനിതേ, നീ കള്ളത്തരം കാണിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇത്. നീ കാരണേ എത്ര പേരാടി അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നേ. MCD വന്ന് നിന്റെ കട പൂട്ടിച്ചതേ എത്ര നല്ല കാര്യമാ. സുനിത കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. സ്ഥിരമായിട്ട് അവളുടെ കടയിൽ നിന്നും ആലുപൂരി കഴിക്കുന്ന ഒരു വ്യക്തി അവിടെ ഓഫീസറിന്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി, അല്ല, ഇതെന്താ ചെയ്യുന്നേ? നിങ്ങൾക്കൊരു കാര്യം വൃത്തി ചെയ്യാൻ പറ്റില്ലേ? ഈ ആലുപൂരിയുടെ കടയല്ല പൂട്ടിക്കേണ്ടത്, പാവുബജിയുടെ കടയാണ് പൂട്ടേണ്ടത് ആദ്യം.
അതെ, ഇവൻ ഉണ്ടാക്കുന്ന എല്ലാ ഉടായ്പാണ്, മുഴുവൻ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഹരി ഇത് കേട്ട് ഞെട്ടിപ്പോയി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പറഞ്ഞു. സാറെന്തേ പറയുന്നേ? എന്റെ പാവബജി പഴയതാണെന്നോ? എൻ്റെ കയ്യിൽ ഇതിനുള്ള ഫുൾ തെളിവുണ്ടോ? നീ എനിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തതൊക്കെ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എനിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തതിനുള്ള ശിക്ഷയൊക്കെ നിനക്ക് പോലീസ് നേരിട്ട് തന്നോളും. തൽക്കാലം നിന്റെ കട ഞങ്ങളിങ്ങ് എടുത്തോണ്ട് പോവാം. അതിനുശേഷം ഹരി ഒരുപാട് കരഞ്ഞ് അവന്റെ കട തല്ലി പൊട്ടിച്ചിട്ട് അവര് പോവും. സുനിത കണ്ണു തുടച്ച് അദ്ദേഹത്തോട് പറയും, ഒരുപാട് നന്ദിയുണ്ട് സാർ, എന്റെ കട പൂട്ടിച്ചില്ലല്ലോ. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയിരുന്നു. എന്റെ പിള്ളേരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്നോർത്ത്. ചേച്ചി, ഞാനിവിടെ ചെക്കിങ്ങിന് വന്ന സമയത്ത് ഞാൻ ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെ അടുത്തും അന്വേഷിച്ചിരുന്നു ഇവിടെ കഴിക്കാൻ എന്താണ് നല്ലതെന്ന്. എല്ലാവരും പറഞ്ഞിരുന്നത് വ്യാഴാഴ്ച മാർക്കറ്റിലെ സുനിത ചേച്ചിയുടെ കടയിലെ ഭക്ഷണം വളരെ നല്ലതാണെന്നാണ്. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ കട പൂട്ടിക്കും? നിങ്ങൾ ഈ മാർക്കറ്റിന്റെ ഐശ്വര്യമാണ്. ഹരിയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് അവശനായി. കുറച്ചേരം കഴിയുമ്പോ അവിടേക്ക് പോലീസ് വരികയും ചെയ്യും. നീ ഭക്ഷണത്തിൽ മായം ചേർത്ത് വിറ്റത് പോരാതെ ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലി വാഗ്ദാനം ചെയ്തതിന് നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. എടാ പെരുങ്കള്ള, വാടാ, വന്ന് വണ്ടിയെ കയറി. നീ ഇനി നിനക്ക് പാവബജിയൊക്കെ ജയിലിലുണ്ടാക്കാം. ജയിലിൽ കിടക്കുന്നവരൊക്കെ നിന്റെ പാവബജി ഒന്ന് തിന്നട്ടാവേ. അങ്ങനെ പോലീസ് വന്ന് ഹരിനെ പിടിച്ചുകൊണ്ട് പോകും. ഹരി കാറിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ സാറേ, ക്ഷമിക്കണം, ഞാൻ അറിവില്ലാതെ പറഞ്ഞുപോയ കാര്യമാണത് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ഞാൻ വെറുതെ അയാൾക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്ത് അവളുടെ കട പൊട്ടിക്കാൻ നോക്കി. ഇപ്പം ഞാനിവിടെ പെട്ടിരിക്കുവാണല്ലോ ദൈവമേ. ആദ്യം ഇവളെ കെട്ടിയവനായിരുന്നു എനിക്ക് പണി. പിന്നെ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളിങ്ങോട്ട് വന്ന് ഇവളിവിടെ വന്ന് എൻ്റെ കച്ചവടം മുഴുവൻ മുടിപ്പിച്ച് നാട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ. അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ലായിരുന്നു. കാരണം അവർക്കെല്ലാം അറിയാം, ഹരിയുടെ സ്വഭാവം ഉൾപ്പെടെ. അങ്ങനെ ഹരിയുടെ എല്ലാ സത്യങ്ങളും പുറത്തോട്ട് വന്നു. അതിനുശേഷവും എപ്പോഴും സുനിത അവിടെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. ആലുപൂരി വ്യാഴാഴ്ച മാർക്കറ്റിൽ ഫേമസ് ആയി. ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെ നഗരത്തിൽ കനയ്യ എന്ന് പറയുന്ന വ്യക്തി ആലുപൂരി ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. അവന്റെ ആലുപൂരി നല്ല സ്വാദിഷ്ടമായിരുന്നു. ആരൊക്കെ അവന്റെ ആലുപൂരി കഴിക്കുമോ പ്ലേറ്റ് കാലിയാക്കാതെ പോവില്ല. ഗ്രാമത്തിലെ ആൾക്കാർ വന്നവിടെ കഴിക്കുകയും പാക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. കനയ്യ ആലുപൂരിയുടെ വില വളരെ കുറവായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഉന്തുവണ്ടിയുടെ മുമ്പിൽ നല്ല തിരക്കായിരുന്നു. ഒരു ദിവസം കനയ്യ അവന്റെ ഉന്തുവണ്ടിയിൽ നിന്ന് ആൾക്കാർക്ക് ആലുപൂരി വിറ്റോണ്ടിരിക്കുകയായിരുന്നു. ഏയ് സഹോദര, എനിക്ക് ഒരു പ്ലേറ്റ് കൂടി തരൂ. ഈ ആലുപൂരി വളരെ നല്ലതാണ്. ഇത് കഴിക്കാൻ തുടങ്ങി നിർത്താൻ പറ്റില്ല. കനയ്യ സഹോദര, നിങ്ങൾ ഈ ആലുപൂരിയിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? എന്തൊരു രുചിയാണെന്നോ ഇതിന്. ഇല്ല സഹോദര, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനുണ്ടാക്കുന്ന ആലുപൂരിക്ക് ഇത്ര രുചിയുള്ളത്. ഇതേ കണക്ക് അവനുണ്ടാക്കുന്ന ആലുപൂരി വൈകുന്നേരം ആവുമ്പോ തീർന്നു പോകും. കനയ്യ അവന്റെ ആലുപൂരിയിൽ പുതിയ പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത്. മസാല പോലും അവൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇടുന്നത്. കനയ്യ പാവപ്പെട്ടവനാണെങ്കിലും നല്ല സത്യസന്ധനായിരുന്നു. ഒരു സമയത്തെ കാര്യമാണിത്. കനയ്യ അവന്റെ കുടുംബത്തോടെ അവന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോവുകയായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് അവന്റെ ഭാര്യയ്ക്കും മോനും വിശക്കാൻ തുടങ്ങി. അതേന്നേ, എനിക്കും മോനും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങിത്തരുവോ? കനയ്യ നോക്കുമ്പോൾ അവിടെ ആലുപൂരി വിൽക്കുന്നത് കാണും. അവിടെയാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. അവൻ അവരോട് പറഞ്ഞു, വരും, നമുക്ക് ആലുപൂരി കഴിക്കാം. നിങ്ങൾക്ക് നന്നായി വിശക്കുന്നില്ലേ? അവൻ അങ്ങനെ കുടുംബവുമായിട്ട് ഉന്തുവണ്ടിയുടെ മുമ്പിലെത്തി. സഹോദര, ആലുപൂരി തരൂ. അവൻ ആലുപൂരി ഉണ്ടാക്കി കൊടുത്തു. ആലുപൂരി കഴിച്ചതോടെ, അയ്യോ ഇതെന്ത് ആലുപൂരിയാണ്, ഇതിൽ സ്വാദൊന്നുമില്ലല്ലോ, ഇത് കഴിക്കാൻ പോലും തോന്നുന്നില്ല. അതെ, ഈ ആലുപൂരിക്ക് ഒരു രുചിയുമില്ല. ഇങ്ങനെ ആലുപൂരി ഉണ്ടാക്കുമോ? ഇതിൽ തക്കാളിയുടെ ഒരു അംശം പോലുമില്ല, മസാലയുമില്ല. മാത്രമല്ല ഇതിന്റെ വില എന്താണെന്ന് നോക്ക്. എങ്ങനെയാണ് ഈ ആളുകൾ ആലുപൂരി കഴിക്കുന്നത്? എന്തിനു പറയണം, ആളുകൾ എത്ര തിരക്കിലാണെന്നറിയോ? അത് ശരിയാ, എല്ലാരും കഴിക്കുന്നത് നോക്കൂ, ഇതിനൊട്ടും രുചിയേ ഇല്ല. ഞാൻ എന്തായാലും ഇത് കഴിക്കുന്നില്ല. അപ്പൊ കൊച്ചു പറയും, അച്ഛാ, ഈ ആലുപൂരി കഴിക്കാൻ ഒരു രസവും ഇല്ല. അച്ഛനുണ്ടാക്കുന്ന ആലുപൂരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് പറഞ്ഞ് 3 പേരും ആ പ്ലേറ്റ് അവിടെ വെച്ചു. നിങ്ങൾ എന്താന്നിട്ടാണ് ആലുപൂരി ഉണ്ടാക്കുന്നത്? അതും നല്ല വിലക്കുറവിൽ. അത് വച്ച് നോക്കുമ്പോൾ ഇവന്റെ ആലുപൂരിക്ക് നല്ല വിലയായിരിക്കുമല്ലോ. ഇതും പറഞ്ഞ് അവരവരുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. അത് കഴിഞ്ഞ് അവർ കല്യാണമൊക്കെ കൂടി തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ കനയ്യയുടെ മനസ്സിൽ അത്യാഗ്രഹം മൂക്കും. എന്നിട്ട് ആലുപൂരി ഉണ്ടാക്കി അവൻ ഉന്തുവണ്ടിയിൽ വെക്കും. അവന്റെ ആലുപൂരിയുടെ വില 15 രൂപയിൽ നിന്നും 25 രൂപയാക്കി മാറ്റും. അതേസമയം അവന്റെ അടുത്തേക്ക് ആലുപൂരി കഴിക്കാൻ ഒരാൾ വരും. അല്ല, എവിടെ പോയിരിക്കുകയായിരുന്നു? ഒരു ദിവസം പോലും നിന്റെ ആലുപൂരി കഴിച്ചില്ലെങ്കിൽ ഒരു രസവുമില്ല. നോക്കി നിൽക്കാതെ ഒരെണ്ണം എടുത്തേ. ഇപ്പൊ തരാം സാർ. അവൻ ആലുപൂരി അയാൾക്ക് കൊടുക്കും.
ഉപഭോക്താവ് കഴിച്ചിട്ട് അവന് പൈസ കൊടുക്കുന്ന നേരം അപ്പോഴാണ് അവന്റെ കണ്ണ് ആ ബോർഡിലോട്ട് വീഴുന്നത്. അല്ല ഇതെന്താ കനയ്യ, നീ പൈസ കൂട്ടിയോ? എന്ത് ചെയ്യാനാ സാറേ, ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഇനിയും കുറഞ്ഞ വിലയ്ക്ക് വിറ്റാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കനയ്യ അവന്റെ ആലുപൂരിയുടെ വില കൂട്ടിയാൽ എന്ത്, അവന്റെ ഉപഭോക്താവിന്റെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല. കനയ്യ കരുതും ഇങ്ങനെ പോയാൽ ഞാൻ നല്ല പണക്കാരനാവുമല്ലോ. കനയ്യയ്ക്ക് വീണ്ടും അത്യാഗ്രഹം കൂടും. അവൻ അവന്റെ ആലുപൂരിയിൽ ഇടുന്ന പച്ചക്കറിയും മസാലയുടെ അളവൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അവന്റെ അടുത്തേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പൊ അതിലൊരു ഉപഭോക്താവ് പറഞ്ഞു, അല്ല ഇതെന്തു പറ്റി? ഇന്ന് നിങ്ങളുടെ ആലുപൂരിക്ക് ഒട്ടും സ്വാദില്ലല്ലോ. ഇല്ല സാർ, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അതേ ആലുപൂരി തന്നെയാണ്, ഉണ്ടാക്കിയതും അതേ രീതിയിൽ തന്നെ. ഇത് സാറിന് തോന്നിയതായിരിക്കും. അങ്ങനെ ഞായറാഴ്ചയായി. അവൻ ആലുപൂരി ഉണ്ടാക്കി വിൽക്കാൻ വെച്ചു. ഞായറാഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ പാനിപ്പൂരി വിൽക്കുന്നതവൻ. കനയ്യ, ഇത് എന്തു പറ്റി? ഇന്ന് എങ്ങനെയാ ആലുപൂരി ഉണ്ടാക്കിയിരിക്കുന്നത്? അതേ കനയ്യ, ഇതിന് ഒട്ടും സ്വാദില്ലെന്നേ. ഇത് പറഞ്ഞു കഴിയുമ്പോ അടുത്തൊരാള് പറയും, അതെ കനയ്യ, നിങ്ങളുടെ ആലുപൂരിക്ക് ഇപ്പൊ ഒട്ടും സ്വാദില്ല. മാത്രവുമല്ല ഇതിന് വിലയും കൂടുതലാ. ഇന്ന് ചന്തയിലത്ര പച്ചക്കറികൾ ലഭ്യമായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? അങ്ങനെ എല്ലാവരും കനയ്യയുടെ പാനിപൂരി വിട്ടിട്ട് മുമ്പിലുള്ള പക്കോട തിന്നാൻ പോകും. ഇത് കണ്ടിട്ട് പോലും കനയ്യയ്ക്ക് ബോധം വന്നില്ല. അവൻ എന്നും ആലുപൂരി ഇതുപോലെ ഉണ്ടാക്കും. അവന്റെ അത്യാഗ്രഹവും കൂടിക്കൂടി വന്നു. അവൻ പണക്കാരനായി മാറി. നല്ല വീട്, മോനെ നല്ല സ്കൂളിൽ തന്നെ വിടാൻ തുടങ്ങി. കണ്ടിരിക്കവേ അവന്റെ ഉന്തുവണ്ടിയിൽ ആരും വരാതെയായി. എന്തു പറ്റി? ഇന്ന് ആലുപൂരി കഴിക്കാൻ ആരെയും കാണുന്നില്ലല്ലോ. അവൻ നോക്കുമ്പോൾ അവന്റെ അടുത്ത് ആലുപൂരി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നേരെ കാണുന്ന ഉന്തുവണ്ടിയിലുള്ള പക്കോട തിന്നോണ്ടിരിക്കുന്നു. ഇത് വളരെ കൊള്ളാമല്ലോ. ഈ പക്കോട കഴിക്കാൻ നല്ല രസമുണ്ടല്ലേ. എന്ത് രുചിയാ ഇതിന്. ഇങ്ങനെ ഒരു പക്കോട ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. കണ്ടിരിക്കവേ അവന്റെ ഉപഭോക്താക്കളൊക്കെ അവിടെ പോവുകയായിരുന്നു. കനയ്യ അവന്റെ ഈ ഒരു അത്യാഗ്രഹം കാരണം അവന്റെ തന്നെ കച്ചവടം പൂട്ടിച്ചു. വിഷമത്തോടെ കനയ്യ താഴെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറയും, എന്റെ അത്യാഗ്രഹം കൊണ്ട് തന്നെയാണ് എന്റെ ഉപഭോക്താക്കളൊക്കെ പോയത്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പോലും ഇപ്പൊ ഇല്ലാണ്ടായി. പിന്നീട് അവൻ ചിന്തിക്കും, സത്യസന്ധത കൊണ്ട് തന്നെ അവൻ വീണ്ടും ആലുപൂരി ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന്. പിന്നീട് ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്നും. Thanks for watching.